ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി നോക്കാം. മീൻ നന്നായി വൃത്തിയാക്കിയ ശേഷം നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി അതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അത് റോസ്റ്റ് ചെയ്യാനുള്ള മസാലക്കൂട്ടുകൾ ഉണ്ടാക്കാം. പാനിൽ ഓയിൽ ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ കടുകും പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്ത ശേഷം 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. 2 തക്കാളിപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളിപ്പഴമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 2 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 2-3 സവാള ഇവിടെ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള അരി റെഡിയാക്കാം. മസാലക്കൂട്ടുകളെല്ലാം വെള്ളത്തിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ എസൻസും കൂടെ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കണം. ശേഷം നമുക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്ത് അരി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുത്ത് ചോറ് കോരി വയ്ക്കാം. ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചോറെല്ലാം നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ നാരങ്ങാനീരും നമ്മൾ സവാള വറുത്ത കുറച്ച് ഓയിലും 1/2 ഗ്ലാസ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചോറ് വെച്ച വെള്ളം കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് എടുക്കാം. ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചെമ്മീനെ ചോറിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചോറ്, പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ്, പിന്നെ കുറച്ച് ചോറും ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഇത് ആവി കയറ്റി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. എല്ലാവരും ഇങ്ങനെ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ചെയ്താലും അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലൊന്ന് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.